നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് IC എൻജിൻസിനെ പറ്റിയാണ്. IC എൻജിൻസ്, ഇന്റേണൽ കമ്പഷൻ എൻജിൻസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇന്റേണൽ കമ്പഷൻ IC എൻജിൻസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ IC എൻജിൻ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഹീറ്റ് എൻജിൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു മെഷീൻസ് ദാറ്റ് കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ഈസ് കാൾഡ് ഹീറ്റ് എൻജിൻ. ഒരു മെഷീൻ ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീൻസിനെയാണ് നമ്മൾ ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെഷീൻസിനെയാണ് നമ്മൾ ഹീറ്റ് എൻജിൻ എന്ന് പറയുന്നത്. ഈ ഹീറ്റ് എൻജിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ ആൻഡ് ഇന്റേണൽ കമ്പഷൻ എൻജിൻ. നമുക്ക് എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്നും ഇന്റേണൽ കമ്പഷൻ എൻജിൻ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്താണെന്ന് നോക്കാം. എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ പേരിൽ തന്നെ ഉണ്ട്. എക്സ്റ്റേണൽ കമ്പഷൻ ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ എൻജിൻ. എൻജിന് പുറത്താണ് കമ്പഷൻ നടക്കുന്നതെങ്കിൽ ആ ടൈപ്പ് എൻജിൻസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് പറയുന്നത്. ഫ്യൂവൽ ദാറ്റ് ബേൺ ഔട്ട്സൈഡ് ദ സിലിണ്ടർ. ഓക്കെ, എൻജിൻ്റെ സിലിണ്ടറിൻ്റെ പുറത്താണ് കമ്പഷൻ നടക്കുന്നതെങ്കിൽ ആ ടൈപ്പ് എൻജിൻസിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് സ്റ്റീം എൻജിൻ. ഓക്കെ, ഇനി അടുത്ത ഹീറ്റ് എൻജിൻ്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇന്റേണൽ കമ്പഷൻ എൻജിൻ. പേരിൽ തന്നെ ഉണ്ട് ഇന്റേണൽ കമ്പഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ എൻജിൻ. ഓക്കെ, ഇവിടെ എൻജിനകത്താണ് കമ്പഷൻ നടക്കുന്നത്. എൻജിനകത്ത് കമ്പഷൻ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഇന്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഫ്യൂവൽ ബേൺ ചെയ്ത് കമ്പഷൻ നടക്കുന്നത് എൻജിനകത്താണ്. ഓക്കെ, നമ്മുടെ പെട്രോൾ എൻജിനും നമ്മുടെ ഡീസൽ എൻജിനും ഒക്കെ ഇന്റേണൽ കമ്പഷൻ എൻജിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഒരു എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ. ഇതിൽ കമ്പഷൻ നടക്കുന്നത് ഔട്ട്സൈഡ് ദ എൻജിനാണ്. ഓക്കെ, ഇവിടെ കമ്പഷൻ നടക്കുന്നത് ഔട്ട്സൈഡ് ദ എൻജിനാണ്. ഇവിടെ കമ്പഷൻ നടക്കുന്നത് എൻജിനാണ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതാണ് എൻജിൻ. ഓക്കെ, എൻജിൻ ഇവിടെയാണ് ഇരിക്കുന്നത്, പക്ഷേ അവിടെ കമ്പഷൻ നടക്കുന്നത് എൻജിന് പുറത്താണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ ഫിഗറാണ് ഒരു ഇന്റേണൽ കമ്പഷൻ എൻജിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു ഇന്റേണൽ കമ്പഷൻ എൻജിൻ്റെ ഫിഗറാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇവിടെ കമ്പഷൻ നടക്കുന്നത് എൻജിൻ്റെ സിലിണ്ടറിനകത്താണ്. ഇവിടെ കമ്പഷൻ നടക്കുന്നത്. ഓക്കെ, ഇവിടെ കമ്പഷൻ ടേക്ക് പ്ലേസ് ഇൻസൈഡ് ദ സിലിണ്ടർ. ഈ എൻജിൻ്റെ സിലിണ്ടറിൻ്റെ അകത്താണ് അവിടെ കമ്പഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ IC എൻജിൻസ് എന്ന് പറയുന്നത്, ഇന്റേണൽ കമ്പഷൻ എൻജിൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് IC എൻജിൻസിനെ പറ്റിയാണ്. നമുക്ക് മെയിനായിട്ട് എക്സാംസിന് ചോദിക്കുന്ന ടോപ്പിക്ക് IC എൻജിൻസിൽ നിന്നായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ IC എൻജിൻസിനെ പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവാൻ ഉള്ളത്. നമുക്ക് IC എൻജിനെ രണ്ടായിട്ട് തരംതിരിക്കാം. IC എൻജിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. SI എൻജിൻസ് ആൻഡ് CI എൻജിൻ. ഓക്കെ, SI എൻജിൻ എന്ന് പറഞ്ഞാൽ സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻസ് ആണ് SI എൻജിൻ. സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻസിനെയാണ് നമ്മൾ SI എൻജിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ CI എൻജിൻസ് എന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നിഷൻ എൻജിനാണ് CI എൻജിൻ. ഓക്കെ, കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻസിനെയാണ് നമ്മൾ CI എൻജിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പെട്രോൾ എൻജിൻ ഒരു SI എൻജിനാണ്. നമ്മുടെ ഡീസൽ എൻജിൻ ഒരു CI എൻജിനാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ SI എൻജിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് SI എൻജിൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ സ്പാർക്ക് ഇഗ്നിഷൻ എൻജിൻസ് ആണ് SI എൻജിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ കമ്പഷൻ ഈസ് ടേക്ക് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്പാർക്ക്. ഒരു സ്പാർക്കിൻ്റെ സഹായത്തോടാണ് ഇവിടെ കമ്പഷൻ നടക്കുന്നത്. ഓക്കെ, ഫ്യൂവൽ ബേൺ ചെയ്യുന്നത് ഒരു സ്പാർക്കിൻ്റെ സഹായത്തോടാണ്. സോ അതുകൊണ്ടാണ് സ്പാർക്ക് ഇഗ്നിഷൻ എന്ന് പറയുന്നത്. ഫ്യൂവൽ ബേൺ വിത്ത് ഹെൽപ്പ് ഓഫ് എ സ്പാർക്ക്. ഓക്കെ, അപ്പം നമ്മുടെ എൻജിനിൽ 4 സ്ട്രോക്ക് ഉണ്ട്. ഓക്കെ, എൻജിൻ്റെ സൈക്കിളിനെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, എൻജിന് 4 സ്ട്രോക്ക് ഉണ്ട്. സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, എക്സോസ്റ്റ് സ്ട്രോക്ക്. ഓക്കെ, അപ്പോൾ ഈ സക്ഷൻ സ്ട്രോക്കിൽ
സക്ഷൻ സ്ട്രോക്കിൽ നമ്മുടെ SI എൻജിൻ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ എൻജിനകത്തേക്ക് വലിച്ചെടുക്കും. ഓക്കെ, സക്ഷൻ സ്ട്രോക്കിൽ SI എൻജിൻ എയർ ഫ്യൂവൽ മിക്സ്ചറിനെയാണ് സക്ഷൻ സ്ട്രോക്കിൽ SI എൻജിനകത്തേക്ക് വലിച്ചെടുക്കുന്നത്. എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും മിക്സ്ചറിനെ വലിച്ചെടുത്തിട്ട് അതിനെ കംപ്രസ് ചെയ്യും. ഓക്കെ, കംപ്രസ് ചെയ്ത് ഒരു 20 to 30 ബാർ പ്രഷറിലേക്ക് അതിനെ കംപ്രസ് ചെയ്യും. 20 മുതൽ 30 ബാർ പ്രഷറിലേക്ക് ഈ എയർ ഫ്യൂവൽ മിക്സ്ചറിനെ കംപ്രസ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ കംപ്രഷൻ റേഷ്യോ വരുന്നത് പെട്രോൾ എൻജിൻസിൻ്റെ അല്ലെങ്കിൽ SI എൻജിൻസിൻ്റെ കംപ്രഷൻ റേഷ്യോ വരുന്നത് 6 to 10 ആണ് നമ്മുടെ കംപ്രഷൻ റേഷ്യോ വരുന്നത്. 6 to 10 ആണ്, ആ ഒരു റേഞ്ചിലാണ് നമ്മുടെ SI എൻജിൻസിൻ്റെ കംപ്രഷൻ റേഷ്യോ വരുന്നത്. അപ്പം എയർ ഫ്യൂവൽ മിക്സ്ചറിനെ സക്ക് ചെയ്തിട്ട് കംപ്രസ് ചെയ്ത് ഒരു 20 to 30 ബാർ പ്രഷറിലേക്ക് അത് ഉയർത്തും. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ടെമ്പറേച്ചറും ആ എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ ടെമ്പറേച്ചറും ഒരു 400 to 500 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും. ഓക്കെ, ആ സമയത്താണ് ഇവിടെ നമ്മൾ സ്പാർക്ക് കൊടുക്കുന്നത്. ആ സമയത്ത് അവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചു എൻജിനിൽ ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ചു ഒരു സ്പാർക്ക് കൊടുക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ പ്രഷർ 20 to 30 ബാറാണ്, ടെമ്പറേച്ചർ 400 to 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ സമയത്ത് ഈ ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത് നമ്മളൊരു സ്പാർക്ക് കൊടുക്കുമ്പോൾ അവിടെ ഫ്യൂവൽ ബേൺ ചെയ്ത് കമ്പഷൻ നടക്കും. ഓക്കെ, അങ്ങനെയാണ് SI എൻജിൻ്റെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SI എൻജിൻ്റെ സൈക്കിൾ എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടോ സൈക്കിളാണ് SI എൻജിൻ്റെ സൈക്കിൾ ഓഫ് വർക്കിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓട്ടോ സൈക്കിൾ, അല്ലെങ്കിൽ പെട്രോൾ സൈക്കിൾ എന്നും പറയും, കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്നും പറയും. ഓക്കെ, കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് പറയും. കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കമ്പഷൻ നടക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് കമ്പഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിൾ എന്ന് പറയുന്നത്. ഇതാണൊരു SI എൻജിൻ്റെ ഒരു ഫിഗറാണ് നമ്മളിപ്പം കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാം. സക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂവൽ മിക്സ്ചർ ശ്രദ്ധിക്കുക. എയർ ഫ്യൂവൽ മിക്സ്ചർ ഇൻടേക്ക് വാൾവ് വഴി സിലിണ്ടറിനകത്തേക്ക് വരും. എയർ ഫ്യൂവൽ മിക്സ്ചർ കയറിയിട്ട് നമ്മളതിനെ കംപ്രസ് ചെയ്ത് 20 to 30 ബാർ പ്രഷറിലേക്ക് അതിനെ കംപ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ 400 to 600 റേഞ്ചിലേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ ഉയരും. ഈ സമയത്ത് നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് ഒരു സ്പാർക്ക് കൊടുക്കും. ഓക്കെ, എൻജിനകത്തെ സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് നമ്മളൊരു സ്പാർക്ക് കൊടുക്കുമ്പോൾ അവിടെ കമ്പഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എനർജി വെച്ചിട്ടാണ് ഈ എൻജിൻ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതാണ് ഒരു SI എൻജിൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സൈക്കിൾസ് നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി അടുത്ത CI എൻജിൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. CI എൻജിൻസിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കംപ്രഷൻ ഇഗ്നിഷൻ എൻജിൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഡീസൽ എൻജിനാണ്. ഡീസൽ എൻജിൻ ഒരു CI എൻജിനാണ്. ഓക്കെ, നമ്മുടെ ഡീസൽ എൻജിൻ ഒരു CI എൻജിനാണ്. ഓക്കെ, നേരത്തെ SI എൻജിനിൽ എൻജിൻ വലിച്ചെടുത്തത് എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും മിക്സ്ചർ ആണെങ്കിൽ CI എൻജിനിൽ എയർ മാത്രമാണ് സക്ഷൻ സ്ട്രോക്കിൽ നമ്മുടെ എൻജിൻ വലിച്ചെടുക്കുന്നത്. എയർ മാത്രമാണ് സക്ഷൻ സ്ട്രോക്കിൽ നമ്മുടെ എൻജിൻ വലിച്ചെടുക്കുന്നത്. ഈ എയറിനെയാണ് കംപ്രസ് ചെയ്യുന്നത്. ഈ എയറിനെ കംപ്രസ് ചെയ്ത് 30 to 45 ബാറിലേക്ക് ഈ എയറിനെ കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പെട്രോൾ എൻജിൻ്റെ കംപ്രഷൻ റേഷ്യോ 6 to 10 റേഞ്ച് ആയിരുന്നു കംപ്രഷൻ റേഷ്യോ. പക്ഷേ CI എൻജിൻ്റെ കംപ്രഷൻ റേഷ്യോ 14 to 25 ആണ്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ അതിനെ പെട്രോൾ എൻജിനിൽ നടന്ന കംപ്രഷനെക്കാട്ടിൽ കൂടുതൽ കംപ്രഷൻ CI എൻജിൻസിൽ നടന്നു. ഇവിടുത്തെ കംപ്രഷൻ റേഷ്യോ 14 to 25 ആണ് ഇവിടുത്തെ കംപ്രഷൻ റേഷ്യോ. ഓക്കെ, അപ്പോൾ എയറിനെ വലിച്ചെടുത്തു. CI എൻജിനിൽ എയറിനെ വലിച്ചെടുത്തു. ഒരു 30 to 40 ബാർ പ്രഷറിലേക്ക് അതിനെ കംപ്രസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, അപ്പോൾ അവിടെ എയറിൻ്റെ ടെമ്പറേച്ചർ 700 to 900 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും. 700 to 900 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആ എയറിൻ്റെ ടെമ്പറേച്ചർ ഉയരും. ഈ സമയത്ത് ഡീസൽ ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ സഹായത്തോടെ ഈ കംപ്രസ്ഡ് എയറിലേക്ക് സ്പ്രേ ചെയ്യും. ഓക്കെ, അപ്പം ഈ സമയത്ത് ഡീസൽ ഫ്യൂവൽ ഇഞ്ചക്ടറിൻ്റെ സഹായത്തോടെ
ഈ കംപ്രസ്ഡ് എയറിലേക്ക് സ്പ്രേ ചെയ്യും. ആ സമയത്ത് നമ്മുടെ ഫ്യൂവൽ ബേൺ ചെയ്യും. ബേൺ ചെയ്ത് അവിടെ കമ്പഷൻ നടക്കും. ഇതാണ് CI എഞ്ചിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ IC എഞ്ചിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്, SI എഞ്ചിനും CI എഞ്ചിനും. CI എഞ്ചിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, CI എഞ്ചിനിൽ എയറിനെയാണ് വലിച്ചെടുക്കുന്നത്, SI എഞ്ചിനിൽ എയർ ഫ്യൂവൽ മിക്സ്ചറിനെയാണ് വലിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ CI എഞ്ചിനിൽ കംപ്രഷൻ റേഷ്യോ SI എഞ്ചിനെക്കാട്ടി കൂടുതലാണ്. അതുപോലെ തന്നെ SI എഞ്ചിനിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ SI എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗാണ് ഉപയോഗിക്കുന്നത്. SI എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗാണ്. അവിടെ ഒരു സ്പാർക്കിൻ്റെ സഹായത്തോടാണ് അവിടെ കമ്പഷൻ നടന്നത്. ഈ CI എഞ്ചിനിൽ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ഉപയോഗിച്ച് ഡീസലിനെ സ്പ്രേ ചെയ്താണ് ഇവിടെ കമ്പഷൻ നടന്നത്. ഓക്കെ, അതാണ് SI എഞ്ചിൻ്റെയും CI എഞ്ചിൻ്റെയും പ്രധാന വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡീസൽ എഞ്ചിനാണ് കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻറ്റ് പെട്രോൾ എഞ്ചിനെ കാട്ടി. നമുക്കറിയാം ഡീസൽ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനെ കാട്ടി കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻറ്റ്. ഓക്കെ, കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ്, കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് ഡീസൽ എഞ്ചിൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കമ്പഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിനെ വർക്കാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒരു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ CI എഞ്ചിൻ്റെ ബേൺഡ് ഗ്യാസ് ടെമ്പറേച്ചർ, ബേൺഡ് എക്സോസ്റ്റ് ഗാസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 600 ഡിഗ്രി സെൽഷ്യസ് ആണ്. കത്തുമ്പോൾ ഉണ്ടാകുന്ന ബേൺഡ് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഒരു 600 ഡിഗ്രി സെൽഷ്യസ് ആണ്. പക്ഷേ SI എഞ്ചിനിൽ അതിൻ്റെ ടെമ്പറേച്ചർ 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പം CI എഞ്ചിനിൽ ടെമ്പറേച്ചർ SI എഞ്ചിനെക്കാട്ടി കുറവാണ്. കാരണം കൂടുതൽ ടെമ്പറേച്ചർ ഇത് കൂടുതൽ ഹീറ്റ് ഇത് ഉപയോഗിച്ച് വർക്കാക്കി മാറ്റി കഴിഞ്ഞു. സോ കുറച്ച് താപം മാത്രമേ ബേൺഡ് ഗ്യാസിൽ കാണത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ബേൺഡ് ഗ്യാസ് ടെമ്പറേച്ചർ CI എഞ്ചിനിൽ കുറവാണ്. കാരണം കൂടുതലും അവിടെ ഹീറ്റ് വർക്കായി മാറിക്കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഡീസൽ എഞ്ചിൻ ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണെന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാവുന്നൊരു ചോദ്യമാണ് CI എഞ്ചിൻ്റെ സൈക്കിളാണ് ഡീസൽ സൈക്കിൾ. ഇറ്റ് വർക്ക്സ് ഓൺ ഡീസൽ സൈക്കിൾ. നമ്മളതിനെ കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിൾ എന്നും വിളിക്കും. കാരണം ഇവിടെ കമ്പഷൻ നടക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്. ഓക്കെ, അപ്പം SI എഞ്ചിൻ എന്താണ്? ഓട്ടോ സൈക്കിളാണ്, അത് കോൺസ്റ്റൻറ്റ് വോളിയം സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ CI എഞ്ചിൻ്റെ സൈക്കിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൽ സൈക്കിളാണ്, അത് കോൺസ്റ്റൻറ്റ് പ്രഷർ സൈക്കിളാണ്. ഓക്കെ, SI എഞ്ചിനിൽ സ്പാർക്ക് പ്ലഗാണ് ഉപയോഗിച്ചത്, CI എഞ്ചിനിൽ ഫ്യൂവൽ ഇഞ്ചക്ടറാണ് ഉപയോഗിച്ചത്. ഓക്കെ, SI എഞ്ചിനിൽ കംപ്രഷൻ റേഷ്യോ കുറവാണ്, CI എഞ്ചിനിൽ കംപ്രഷൻ റേഷ്യോ കൂടുതലാണ്. CI എഞ്ചിനാണ് കൂടുതൽ ഫ്യൂവൽ എഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കാം.